രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറാണ് വായിലെ ക്യാൻസർ. പുകവലിയും മദ്യപാനവും ഉള്ളവർക്ക് ഇരട്ടിയിലധികമാണ് ക്യാൻസർ ഉണ്ടാവാനുള്ള റിസ്ക്. ഞാൻ ഡോക്ടർ ജിനോ സെബാസ്റ്റ്യൻ, ബിലീവേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ കേരള ക്യാൻസർ സർജനാണ്. കേരള ക്യാൻ്റെ ഭാഗമായി നമ്മൾ ക്യാൻസർ സ്ക്രീനിങ് ആരംഭിക്കാൻ പോവുകയാണല്ലോ. ഇന്ന് അതിൻ്റെ ഭാഗമായി സംസാരിക്കാൻ പോകുന്നത് വായിലെ ക്യാൻസറിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ബ്രസ്റ്റ് ക്യാൻസറിന് ശേഷം രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറാണ് വായിലെ ക്യാൻസർ. വായിലെ ക്യാൻസറിൻ്റെ പ്രധാന കാരണം പുകവലിയും മദ്യപാനവുമാണ്. പുകയിലയിൽ 70ഓളം ക്യാൻസർ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളുണ്ട് എന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇവയിൽ തുപ്പലിൽ അലിയാത്ത പല പദാർത്ഥങ്ങളും മദ്യത്തിൽ അലിയുന്നു എന്നുള്ളത് കൊണ്ടാണ് പുകവലിയും മദ്യപാനവും ഉള്ളവർക്ക് ഇരട്ടിയിലധികമാണ് ക്യാൻസർ ഉണ്ടാവാനുള്ള റിസ്ക് എന്ന് പറയപ്പെടുന്നത്. മറ്റ് കാരണങ്ങൾ HPV വൈറസ് ഇൻഫെക്ഷൻ, തുടർച്ചയായിട്ടുള്ള പല്ലിൽ നിന്നുള്ള ക്ഷതങ്ങൾ സംഭവിക്കുന്നതും വെപ്പ് പല്ലുകൊണ്ടുണ്ടാകുന്ന ക്ഷതങ്ങൾ സംഭവിക്കുന്നതുമാണ് ബാക്കിയുള്ള കാരണങ്ങൾ. ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് 2 ആഴ്ചയിലധികമായി ഉണങ്ങാതെ നിൽക്കുന്ന, മരുന്ന് എടുത്തിട്ടും ഉണങ്ങാതെ നിൽക്കുന്ന വേദനയില്ലാത്ത വ്രണങ്ങളാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ചിലർക്ക് എരിവിനോട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചിലർക്ക് വാ തുറക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. മറ്റു ചിലർക്ക് കുറച്ചും കൂടെ കൂടിയ സ്റ്റേജിലാണെങ്കിൽ കഴുത്തിലെ കഴലകളായിട്ടായിരിക്കും അത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രീമാലിഗ്നൻ്റ് ലീഷൻസ് എന്നറിയപ്പെടുന്ന ചില ലക്ഷണങ്ങളും ചിലർക്ക് കാണാറുണ്ട്. അതിൽ ലൂക്കോപ്ലേക്കിയ എന്ന് വിളിക്കുന്ന വെളുത്ത നിറത്തിലുള്ള പാട, എരിത്രോപ്ലേക്കിയ എന്ന് വിളിക്കുന്ന ചുവന്ന നിറത്തിലുള്ള പാടകളും ചിലർക്ക് കാണാറുണ്ട്. ആമാശയത്തിലെയോ കുടലിലെയോ ക്യാൻസർ പോലെ എൻഡോസ്കോപ്പിയോ കൊളോണോസ്കോപ്പിയോ വഴി കണ്ടുപിടിക്കേണ്ടി ഒന്നല്ല വായിലെ ക്യാൻസർ. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് സ്വയം കണ്ണാടിയിൽ നോക്കി പരിശോധിക്കുകയും അവ ഉണ്ട് എന്ന് സംശയം തോന്നുന്നവരുമാണ് വിദഗ്ധ പരിശോധനയ്ക്ക് സഹായം തേടേണ്ടതും സ്ക്രീനിങ്ങിന് വരേണ്ടതും. പുകവലിയും മദ്യപാനവും ഉള്ളവർക്ക് 81% വരെ വായിലെ ക്യാൻസർ മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് തിരുവനന്തപുരം RCCയിലെ പഠനം വഴി തെളിയിച്ചിട്ടുള്ളതാണ്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഉള്ളവർ സൗജന്യമായിട്ടുള്ള ഈ സ്ക്രീനിങ്ങിൽ പങ്കെടുക്കുകയും ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വഴി അത് പൂർണ്ണമായും മാറിക്കിട്ടുകയും ചെയ്യട്ടെ.